അനില വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. അനില, നിങ്ങൾക്ക് ലാപ്ടോപ്പ് കിട്ടിയിരുന്നോ പകുതി വിലക്ക്? ഇല്ല, ലാപ്ടോപ്പ് വേണമെന്ന് വെച്ച് എന്നെ സമീപിച്ചതാണ്. അപ്പം ഞാൻ വേണ്ടാന്ന് 2-3 തവണ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറെ വേറെ ആരെങ്കിലും ഉണ്ടോ, ആർക്കും വേണ്ടിയിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് കുറെ തവണ എന്നെ വിളിച്ചു. ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചു, ആരും വേണ്ടാന്ന് പറഞ്ഞു. അത് പിന്നീടാണ് കഴിഞ്ഞ് സ്കൂട്ടർ തട്ടിപ്പിലേക്ക് പോയത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പകുതി പൈസ പിന്നെ 2 വീലർ കൊടുക്കുന്നുണ്ട്, നീ എടുത്തോന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു. എന്റെ റിലേറ്റീവ് തന്നെയാണ് അവര്. അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടർ കാണിച്ചു തന്നു, ഒരു ഫോട്ടോ അതെല്ലാം കാണിച്ചു തന്നു. എനിക്ക് കിട്ടിയ സ്കൂട്ടറാണത്. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നൊക്കെ എന്നോട് പറഞ്ഞത്. എത്ര രൂപ പോയി? 80,000 രൂപ. 80,000. 60,000 സ്കൂട്ടിക്കും പിന്നെ വാഷിംഗ് മെഷീനും കൂടിയിട്ടാണ് പോയത്. എപ്പോൾ മുതലാണ് നിങ്ങൾക്ക് തട്ടിപ്പാണോ എന്ന് സംശയം തോന്നിയത്? എനിക്ക് ഏകദേശം 2 മാസം മുമ്പേ തോന്നിയിരുന്നു. ഞാൻ എനിക്ക് ഈ പ്രൊമോട്ടറെ വിളിച്ചു, ഞാൻ കുറെ ഷൗട്ട് ചെയ്തു. ഞാൻ പറഞ്ഞത് തട്ടിപ്പാന്ന് നമുക്കറിയാം, ഇത് ഉള്ളത് തന്നെയാണ്. അത് 2-3 തവണ അവരെ വിളിച്ചിരുന്നു. അപ്പൊ അവര് ദേഷ്യപ്പെട്ടു എന്നോട്. അതൊന്നും അല്ലാതെ ഞങ്ങളൊന്നും ചിന്തിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ഡിസംബർ ലാസ്റ്റ് വീക്ക് വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങളെ സ്കൂട്ടർ കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ട. പിന്നെ ഞാൻ വാങ്ങി, ഓൾറെഡി ഞാൻ സ്കൂട്ടി വാങ്ങി, ഇനി വേണ്ടാന്ന് പറഞ്ഞു. ആ പൈസ റിട്ടേൺ നമുക്ക് തരുമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അത് തരാൻ പറ്റില്ല, അപ്പൊ അത് അക്കൗണ്ട് എന്തൊക്കെയോ ഇതായിട്ടാ ഉള്ളത്, അതുകൊണ്ട് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ അനന്തകൃഷ്ണനെ എങ്ങാനും എപ്പോഴെങ്കിലും കാണുകയോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ വിശ്വാസ്യത വന്നത്? വിശ്വാസ്യത വന്നത് ഇത് പാർട്ടിന്റെ ആൾക്കാരാണ് ഉണ്ടായത്. ഇതിന്റെ വേറൊരു പ്രൊമോട്ടർ എനിക്ക് നന്നായിട്ട് അറിയുന്ന അവര് പാർട്ടിയിൽ ഇതിലുണ്ട്. പിന്നെ പഞ്ചായത്തിന്റെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ടു. പഞ്ചായത്തിന്റെ ഗ്രൂപ്പിന്റെ അകത്ത് ഇങ്ങനെ ഒരു സ്കീം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് വിശ്വാസമായത്. പിന്നെ കുറെ പേർക്ക് ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്, ഡ്രില്ലിംഗ് മെഷീൻ കിട്ടിയിട്ടുണ്ട്. നേരിട്ടറിയാമല്ലേ? നിങ്ങൾക്ക് നേരിട്ടറിയാം? കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓണക്കിറ്റ് കിട്ടിയിട്ടുണ്ട്, സ്കൂൾ കിറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഈ കോർഡിനേറ്റർ അല്ലാണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നോ ഈ പൈസ സംശയം തോന്നി തുടങ്ങിയതിന് ശേഷം എങ്ങാനും? ഇല്ല, ഇതുവരെ ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇത് ഫസ്റ്റ് ദിവസം ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ഗ്രൂപ്പിൽ ഇട്ടപ്പം ആ പ്രൊമോട്ടർ പറഞ്ഞു, നീ അതിന് സപ്പോർട്ട് ചെയ്ത് ഇത് ഡിലീറ്റ് ആക്കണം, പിന്നെ നിങ്ങളെ ഈ റൂം ഇതിന്റെ അകത്ത് ഇവർ റിമൂവ് ആക്കും, പിന്നെ ഒരു ആനുകൂല്യം കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ട വോയിസ് മെസ്സേജും അതൊക്കെ അവരെ ഡിലീറ്റ് ആക്കിച്ചു. ഭീഷണി വല്ലതും ഉണ്ടായോ? അതിൽ ഇടണ്ട, പിന്നെ നിങ്ങൾക്ക് പുതിയ ആനുകൂല്യങ്ങൾ കിട്ടൂല എന്നെല്ലാം പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ഡിലീറ്റ് ആക്കിച്ചത്, ഞാൻ ഇട്ട വോയിസ്. ഇപ്പോ പരാതി കൊടുത്തിരുന്നോ? പരാതി കൊടുത്തിട്ട് പരാതിക്ക് നമ്മള് വളവട്ടം സ്റ്റേഷനിലാണ് ഫസ്റ്റ് പോയിട്ടുള്ളത്. അവിടെ നമ്മള് കുറെ സ്ത്രീകൾ അവിടെ എത്തി. ചെറിയ കുട്ടികളടക്കം, ചെറിയ മക്കള്, പിന്നെ വലിയ മക്കളെല്ലാം കൂട്ടി, എവറേജ് കുട്ടികളെല്ലാം കൂട്ടി രാവിലെ 10 മണി മുതൽ നമ്മൾ 100 സംതിങ് ആൾക്കാർ അവിടെ എത്തി നമ്മൾ പരാതി പറഞ്ഞു. പിന്നെ അവര് പറഞ്ഞു, നമുക്ക് പ്രൊമോട്ടർക്കെതിരെ നമുക്ക് പരാതി എടുക്കാൻ പറ്റില്ല, അവർക്ക് നിങ്ങൾ ക്യാഷ് കൊടുത്തില്ല, നമ്മൾ നേരിട്ട് അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞവരെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ക്യാഷ് കൊടുത്തത്. അപ്പൊ അവർക്കെതിരെ നമുക്ക് പരാതി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതുവരെ ഇല്ല, ഇപ്പൊ എടുത്തു. ഇപ്പൊ നമ്മൾ SP ഓഫീസിൽ പോയി അവിടെ പരാതി കൊടുത്തു. അതിനുശേഷമാണ് ശരി, ഞാൻ സമയമുണ്ടെങ്കിൽ താങ്കളിലേക്ക് ഒരിക്കൽ കൂടി എത്താം. ദയവായി തുടരുക. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കളിലേക്ക് വരാൻ